നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആസനം എന്ന് പറയുന്നത് വജ്രാസനമാണ്. വജ്രാസനവും സുപ്ത വജ്രാസനമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വജ്രാസനത്തിനായി ആദ്യം സമസ്ഥിതിയിലിരിക്കുക. ശ്വാസം വലിച്ചിട്ടുകൊണ്ട് ശ്വാസം വിടുക. ശ്വാസം എടുത്തോടെ രണ്ട് കാലുകളും പുറകോട്ട്, അല്ലെങ്കിൽ ഓരോ കാലുകളായിട്ടും എടുത്ത് വെക്കാവുന്നതാണ്. രണ്ട് കാലം പുറകോട്ട് വെച്ചതിന് ശേഷം കാലുകൾ ഈ രീതിയിൽ കിടത്തി വയ്ക്കുക. അതിനുശേഷം തുടയുടെ മുകളിൽ കൈകൾ വെച്ച് നേരെ നിവർന്ന്, നമ്മൾ വജ്രാസനത്തിരിക്കുമ്പോൾ താനെ നടു നിവർന്നായിരിക്കും. അതുകൊണ്ട് നേരെ ഇരുന്നാൽ മാത്രം മതി. എന്നിട്ട് അവിടെ വെച്ച് നിങ്ങൾക്ക് പ്രാണായാമം എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതിനുശേഷം വരുന്നതാണ് സുപ്ത വജ്രാസനം. സുപ്ത വജ്രാസനത്തിനായി ആദ്യം നമ്മൾ രണ്ട് കൈകളും പിന്നിലേക്ക് എത്തിച്ച് അതിനുശേഷം തള്ളവിരലിൽ പിടിച്ച്, കാലിൻ്റെ തള്ളവിരലിൽ പിടിച്ച് മുന്നോട്ടേക്ക് ആയുക. എന്നിട്ട് നെറ്റി നിലത്ത് മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. ശ്വാസം വിട്ടുകൊണ്ട് വേണം ആസനസ്ഥിതിയിലേക്ക് പോകാൻ. അതുപോലെ തന്നെ അധികം സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. എത്രത്തോളം ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം മാത്രം ചെയ്താൽ മതി. നമസ്കാരം.